ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കാലപ്പാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ആ സ്കാലപ്പ് എങ്ങനെയാണ് തുണിയിലേക്ക് വരയ്ക്കുക എന്നുള്ളത് വേണമെന്ന് ഒരുപാട് ആളുകൾ കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതാണ് കാണിക്കുന്നത് കേട്ടോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ സ്കാലപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ട്രേസിങ് പേപ്പർ വേണം. ട്രേസിങ് പേപ്പർ, ഈ കാണുന്ന സംഗതികളൊക്കെ വേണം. സ്കെയിൽ നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ, സ്കാലപ്പ് എന്ന് പറയുമ്പോൾ ഓരോന്നും ഒരേ അളവിലായിരിക്കും വരണമല്ലോ, ഓരോ ഷേപ്പും. അപ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി ഉണ്ടാകുക. ഓരോന്നും തമ്മിലുള്ള അകലങ്ങളൊക്കെ വ്യത്യാസമായി കഴിഞ്ഞാൽ അത്ര ഭംഗി കിട്ടില്ല. അപ്പോൾ ട്രേസ് ചെയ്യാനുള്ള പേപ്പർ, ഒരു സ്കെയില്, പെൻസിൽ, പിന്നെ ഇതേപോലുള്ള 2-3 അളവിലുള്ള മൂടികൾ. റൗണ്ട് ഷേപ്പ് മൂടി തന്നെ ആവണമെന്നില്ല, വളയൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെയുള്ള റൗണ്ടിലുള്ള എന്ത് ഷേപ്പ് വേണം. റൗണ്ട് ഷേപ്പിൽ തന്നെ സ്കാലപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേവ്സിൻ്റെ, അതായത് കേളിയായിട്ടുള്ള ലൈൻസിൻ്റെ ഒക്കെ ഷേപ്പുകളാക്കാം. പിന്നെ അറ്റത്തേക്ക് ഫ്ലവറിൻ്റെ കുറേ ഫ്ലവർ വരച്ചിട്ട് ആ ഷേപ്പിൽ നമുക്ക് വർക്ക് ചെയ്തിട്ട് സ്കാലപ്പിന് കട്ട് ചെയ്യാം. എന്തും ചെയ്യാം, നമ്മൾ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം കുറേ ബിഗിനേഴ്സ് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് നമ്മളിന്ന് ആ വീഡിയോ ചെയ്തതാണ്. ഞാൻ ആദ്യം ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. വൈറ്റ് പേപ്പറിൽ നമ്മൾ വരച്ചത് കൺഫേം ആയിട്ട് നമുക്കതിനെ ചാർട്ട് പേപ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മളെ എക്സ്റേ ഷീറ്റിൽ അതിലേക്കൊക്കെ വരച്ചെടുക്കാൻ പറ്റും. അപ്പം വരയ്ക്കാൻ സുഖമാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ പേപ്പറിൻ്റെ അകത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈൻ വരച്ചു കൊടുക്കണം. നേരെ തെറ്റാത്ത സ്കെയിൽ കൊണ്ട് വരച്ചു കൊടുക്കുക. സ്കെയിൽ കയ്യില്ലാത്തവർ എന്തെങ്കിലും ബുക്കോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് വരയ്ക്കുക. എന്നിട്ട് തൊട്ടടുത്ത് 1 ഇഞ്ച് ഗ്യാപ്പിൽ അടുത്ത ലൈൻ വരച്ചു കൊടുക്കുക. ഇതെന്തെന്ന് വെച്ചാൽ സ്കാലപ്പിൻ്റെ ആ ഷേപ്പ് ഉണ്ടല്ലോ, അതൊരേ അകലത്തിൽ ഒരേ വൃത്തിയിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ് താഴെയും കൂടി ലൈൻ വരച്ചത്. അപ്പോൾ ഈ ലൈനുകൾ തമ്മിൽ ഇങ്ങനെ മുട്ടിച്ച് കൊണ്ട് മേലത്തെ ലൈന് തട്ടിക്കൊണ്ട് മൂടിയുടെ പകുതി ഭാഗത്തിലും കുറഞ്ഞിട്ടുള്ളൊരളവ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താഴെ മേലെയും ലൈൻ വരച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അത് ഇങ്ങനെ മൂടി വെച്ചിട്ട് ഷേപ്പ് ചെയ്യുക. അത് ഇത്രയും വലിപ്പമുള്ള മൂടി വേണേൽ ആക്കാം, അതിനേക്കാളും വലുത് ചെയ്യാൻ. ചെറുത് നമ്മളെ കുപ്പിയുടെ വെള്ളത്തിൻ്റെ കുപ്പിയില്ല, അതിൻ്റെ മൂടി വേണേൽ എടുക്കാം. ഏത് ഷേപ്പാണെങ്കിലും നമുക്ക് ഇങ്ങനെ കറക്റ്റ് അളവ് മേലെയും താഴെ ഒരു ലൈൻ വരച്ച് കൊണ്ട് വെക്കുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും. അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഇത് വരച്ച് കൊടുത്തതിനെ നമ്മൾ കട്ട് ചെയ്യില്ല. എന്നിട്ട് നമ്മൾ പഴയ എക്സ്റേ ഷീറ്റ് എടുത്തിട്ട് അതിൽ മാർക്കർ പെന്ന് കൊണ്ടൊക്കെ വരച്ച് കൊടുത്താൽ നല്ല കട്ടിയിൽ നമുക്ക് തുണിയിൽ വെച്ച് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇത് ഈ മേലത്തെ വൈറ്റ് മൂടി എന്ന് പറയുന്നത് നമ്മൾ ഐസ്ക്രീം ഇതൊക്കെ ഉണ്ടല്ലോ, ഐസ്ക്രീം പല ടൈപ്പിലുള്ള ബോട്ടിൽ വരുന്നത്, അതിൻ്റെയൊക്കെ മൂടികളാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തത് ഇതിപ്പോൾ ഞാൻ ചെറിയ പേപ്പറിലാണ് വരച്ചത്. കുറച്ച് നീളത്തിലാക്കി കഴിഞ്ഞാൽ സ്കാലപ്പിന് എന്താവും, കുറച്ചധികം നീളം കിട്ടും. പേപ്പർ എങ്ങനെ നീളത്തിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ 2 A4 ഷീറ്റിനെ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ചാൽ നീളത്തിൽ കിട്ടിയില്ലേ. എന്നിട്ട് ഞാൻ ഈ ഒരു പേപ്പറിൽ, ഇത് നമ്മളെ ബട്ടർ പേപ്പർ എടുക്കുക ഇതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ കൊണ്ടുവരുമ്പം അതിലിങ്ങനെ ഗ്ലാസ് ടൈപ്പ് ഷീറ്റ് ഉണ്ടാവുമല്ലോ, കവറ്. ആ കവറിന് നീളത്തിൽ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് അതിലേക്ക് വരയ്ക്കാം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഐഡിയാസ് എടുക്കുക. അതിനായിട്ട് ബട്ടർ പേപ്പർ വാങ്ങുമൊന്നും വേണ്ട. പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇത് കാർബൺ പേപ്പറാണ്. നമ്മൾ റെസിപ്റ്റ് ഒന്നും എഴുതുന്ന ആ നീലയും ബ്ലാക്കും ഒന്നുമല്ല. ഇതിനായിട്ടുള്ള മഞ്ഞാണ്. മഞ്ഞയിലും വെള്ളയിലുമാണ് ഇത് വരിക. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതായത് നമ്മുടെ എംബ്രോയ്ഡറി വർക്കിന് തുണിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ആ നീലയൊക്കെ വെച്ചിട്ട് നമ്മൾ ചിത്രം വരച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടയാളം പോകൂലല്ലോ. വെള്ള തുണിയിൽ നീല കൊണ്ട് വരച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പച്ച ഡിസൈനാണ് കൊടുക്കുന്നത് വെച്ചാൽ ആ നീല എടുത്ത് കാണും. ഒരു മഞ്ഞ ഡിസൈനാണ് കൊടുത്താൽ ആ നീല വരച്ചത് കാണും. അപ്പോൾ അത് കാണാതിരിക്കാനാണ് ഈ ഷീറ്റ്, ഈ മഞ്ഞ ഷീറ്റ് തന്നെ. ഇതിന് ഒരെണ്ണത്തിന് 4 രൂപ കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കൂടുതൽ എണ്ണം വാങ്ങി വെക്കുക. അപ്പം നമുക്ക് എവിടെയാണോ തുണിയിൽ ഈ ഡിസൈൻ വേണ്ടത് ആ ഭാഗത്ത് സ്കാലപ്പ് വരയ്ക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കുറച്ച് അകലം വിടണം. കാരണം സ്കാലപ്പ് നമുക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം പോകാനുള്ളതാണല്ലോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുന്നതല്ലോ. സ്കാലപ്പ് ഇങ്ങനെയും ചെയ്യാം, തിരിച്ചും ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് തിരിച്ചിട്ടാണ്. അറ്റങ്ങൾ ആ ഷേപ്പ് അറ്റത്തേക്ക് വരുന്ന രൂപത്തിലാണ്. ഏത് വിധേനയും ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഷീറ്റ്, അതായത് ട്രേസിങ് പേപ്പർ അടിയിൽ വെച്ച്
ഈ പേപ്പർ മേലെ വെച്ചിട്ട് ഇനി ഇങ്ങനെയൊന്നും വേണ്ട, ഫ്ലവറാണ് ചെയ്യുന്നത് വെച്ചാൽ അതും ഫ്രീ ആയിട്ട് കൈകൊണ്ട് വരയ്ക്കാൻ കഴിയും എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ വരച്ചിടാം കേട്ടോ. ഫ്രീ ഹാൻഡ് എംബ്രോയ്ഡറിക്ക് വേറെ തന്നെ ഒരു ഭംഗിയാണ്. ഫ്രീ ആയിട്ട് വരയ്ക്കാൻ കഴിയില്ലാത്തവർക്കാണ് ഈ ഒരു ട്രേസിങ്ങിൻ്റെ ആവശ്യമുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഫ്ലവർ ഇപ്പോൾ ഇത് വരയ്ക്കാൻ ഞാനെടുത്തതൊരു സ്റ്റിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് പെന്നെടുക്കാം, പെൻസിലെടുക്കാം. ഇതണ്ട ഇത്രേ കളറിലേ വരുള്ളൂ ഈ ഷീറ്റ് ആയതുകൊണ്ട്. അത്ര മതി നമുക്ക് വരയ്ക്കും, അത് പോവില്ല. നമുക്ക് ഈ ഒരു പൂ വരയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് വെച്ച് വരച്ച് ഇങ്ങനെ കണ്ടില്ലേ, ഇത്രയും കിട്ടിയാൽ നമുക്ക് വർക്ക് ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെ കാണുകയില്ല. മറ്റേ നീലയിലല്ല, അങ്ങനെയല്ല. അത് നിങ്ങൾ വേണമെങ്കിൽ ഒരു പഴയ തുണീൻ്റെ അകത്ത് രണ്ടും വരച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ കാര്യമാണ്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് എങ്ങനെയാണ്. പിന്നെ അതേപോലെ ഇതിപ്പോൾ ഈ മൂടിൻ്റെ അളവ് വെച്ചിട്ട് വരയ്ക്കുമ്പം എളുപ്പമാണ്. പിന്നെ ഒരു പേപ്പറിനെ ഒരേപോലെ 4-5 മടക്കാക്കിയിട്ട് ഒറ്റ പോലെ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടാകുമ്പോഴും ഇങ്ങനെ ആയിട്ട് കിട്ടും. ഒക്കെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. ഇനി ഡിസൈൻ എങ്ങനെ കിട്ടുകയെന്ന് ചോദിക്കലുണ്ട് പലരും. ഇപ്പോൾ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ഗൂഗിൾ ഓൺ ആക്കിയതിന് ശേഷം അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ റോസ് ഫ്ലവർ എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. റോസ് ഫ്ലവർ ഡിസൈൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ആ റോസിൻ്റെ ഡിസൈൻ വരും. അതങ്ങനെ നമുക്ക് ഏതാണോ വേണ്ടത് അതിന് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാനിതിൽ സെലക്ട് ചെയ്യാണ്. അപ്പോൾ അത് വലുതായി വന്നില്ല. എന്നിട്ട് ഇതിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തതിൻ്റെ മേലെ നമ്മളെ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് വരച്ചെടുക്കാം. പിന്നെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ഒരു ബട്ടർഫ്ലൈൻ്റെ ഡിസൈനാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ബട്ടർഫ്ലൈ എന്ന് അടിച്ചു കൊടുക്കുക. എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാം. സ്കാലപ്പ് ഒന്ന് അടിച്ച് നോക്കുക. സ്കാലപ്പ് അടിക്കുമ്പോൾ പല തരത്തിലുള്ള സ്കാലപ്പ് വരും. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളതൊരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അങ്ങനെ കിട്ടും. പിന്നെ ഇങ്ങനത്തെ തന്നെ സ്കാലപ്പല്ല, വേറെ സ്കാലപ്പാണ്. ഒരുപാട് ഡിസൈൻസ് ഉണ്ടാകണ്ട. ഇത് പല സ്കാലപ്പുകളാണ്. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളത് ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ പോയിട്ട് കഫേകളിൽ പോയിട്ട് ഓരോട് വലിയ ഇതാക്കിയിട്ട് പ്രിൻ്റ് എടുത്ത് തരണമെങ്കിൽ അങ്ങനെ പറയാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. പലർക്കും ഐഡിയാസ് ഉണ്ടാവാറില്ല, കാരണം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. എന്നാൽ നല്ല ഐഡിയാസ് ഉള്ള ആളുകൾ ആണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ. ഡിസൈൻസ് ബുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് 100-150 രൂപയിൽ. അപ്പോൾ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈ അടിച്ചു കൊടുത്താൽ ഗൂഗിളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് ചെറുതും വലുതും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്നായിട്ടൊരു കൂട്ടമായിട്ട് വലിയവരെ ചെറിയവരൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രസ്സിലേക്ക് ഡിസൈൻ ചെയ്യുന്നതിന് ഫ്രെയിം ഇടുന്നതിന് മുമ്പാണ് നമ്മൾ ഡിസൈൻ വരയ്ക്കേണ്ടത് കേട്ടോ. ഫ്രെയിം ഇട്ടിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഡ്രസ് ഡിസൈൻ ആദ്യം വരയ്ക്കണം. അതിപ്പോൾ കഴുത്തിൻ്റെ വലതുവശത്ത് വേണമെന്ന് വിചാരിക്കുക. വലതുവശത്ത് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്രെയിം ഇട്ടിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഇനി ഇടതുവശത്താണ്, അല്ലെ എന്താ പറയുക, പാൻറ്റിൻ്റെ താഴെയാണെങ്കിൽ സ്ലീവിൻ്റെ താഴെ, പിന്നെ സ്ലിറ്റിൻ്റെ പരിസരങ്ങളിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവും. ഐഡിയാസ് പലർക്കും പലതായിരിക്കും. പല മോഡലുകളും ഡിസൈനും കിട്ടും. ഇങ്ങനെ ഈ ഇനിയിപ്പം വേറെ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഞാൻ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. കുറച്ചും കൂടി സ്കാലപ്പൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ഓരോന്നും ഇങ്ങനെ വരച്ചെടുക്കാതെ ചെയ്യാനുള്ളൊരു ഐഡിയ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം അത് കാണുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നും. ഇപ്പോൾ സ്കാലപ്പ് ഹാൻഡ് എംബ്രോയ്ഡറിക്കൊക്കെ നല്ല ചാർജാണ്. അപ്പം പഠിച്ചെടുക്കുക. എന്നിട്ട് ആദ്യം സ്വന്തത്തെ ചെയ്ത് പിന്നെ മറ്റുള്ളവരിലുള്ള എന്താ പറയുക, അവർക്ക് തൃപ്തി വരുന്ന രൂപത്തിലായി കഴിയുമ്പം ഓർഡറുകൾ എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. നല്ല റേറ്റാണ്. അത് ബീഡ്സ് വെച്ചിട്ടാണെങ്കിലും വെറും ത്രെഡ് കൊണ്ട് ആണെങ്കിലും ഒക്കെ. അതേപോലെ മെഷീനിൽ ഹാൻഡ് എംബ്രോയ്ഡറി സ്കാലപ്പ് ചെയ്യുന്നത് കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ നമുക്കൊരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് പല രൂപത്തിലും മെഷീനിൽ പിന്നെ തയ്ക്കുന്ന നൂല് കൊണ്ട് ചെയ്യുന്നതുണ്ട്, അല്ലാതെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ. അസ്സലാമു അലൈക്കും.